നമസ്കാരം. ഈ ഹൈന്ദവ സംസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ടൊരു ദൈവമുണ്ട് ശിവൻ എന്ന് പറയുന്നൊരു ദൈവസങ്കല്പം. നമ്മളെല്ലാവരും കാണുന്ന ഒരു ജടാധാരിയായിട്ടുള്ള പാർവതി സമേതനായിട്ടുള്ള ഗണപതിയും മുരുകനൊക്കെ മക്കളായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദൈവസങ്കല്പമാണ് ഈ ശിവൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് ആരാധിക്കുന്ന ഈ ശിവൻ എന്ന് പറയുന്നത് അനേകം ദൈവങ്ങളുടെ ഒരു സമാഹാരമാണ്. പല രീതിയിൽ അതിനെ സ്വാംശീകരിച്ചിട്ടോ അല്ലെങ്കിൽ കാലാന്തരങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടോ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടോ ഇന്നേ കാണുന്ന രൂപത്തിലെത്തിയിട്ടുള്ള ഒരു ദൈവസങ്കല്പം. പല രീതിയിലുള്ള പല കോൺസ്പിറസി സ്റ്റോറികളും അല്ലെങ്കിൽ കുറേ പഴയ കഥകളും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ധാരാളം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലേതാ സത്യേതാ തെറ്റേതാ എന്നൊന്നും ആർക്കും അറിയില്ല, മനസ്സിലാക്കാനും സാധിക്കില്ല. അങ്ങനെ ധാരാളം നിഗൂഢതകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ദൈവസങ്കല്പമാണ് ഈ ശിവൻ എന്ന് പറയുന്നത്. മറ്റുള്ള ഹൈന്ദവ ദൈവങ്ങളെ വെച്ച് നോക്കുമ്പോൾ സ്വർണത്തിൻ്റെ മാലയോ സ്വർണത്തിൻ്റെ കിരീടങ്ങളോ ആടയാഭരണങ്ങളോ ഒന്നും അല്ലാതെ വേറൊരു രൂപത്തിലാണ് ശിവൻ്റെ രൂപം നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജടാധാരിയായിട്ടും രുദ്രാക്ഷം ധരിച്ചിട്ടും പുലിത്തോല് ധരിച്ചിട്ടും തികച്ചൊരു പ്രാകൃത രൂപത്തിലാണ് ശിവനെ ആരാധിക്കുന്നതും എല്ലാം. ഇനിയിപ്പോൾ ശിവനെ ബിംബാരാധന നടത്തുകയാണെങ്കിൽ തന്നെ ശിവനായിട്ട് ബിംബമുള്ളത്, ശിവനെ മാത്രമാണ് ഒരു ശിവലിംഗ രൂപത്തിൽ ആരാധിക്കുന്നത്. അങ്ങനെ മറ്റുള്ള ദൈവസങ്കല്പങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു യൂണിക്കായിട്ട് നിൽക്കുന്ന ഒരു ദൈവസങ്കല്പമാണ് ഈ ശിവൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ ശിവൻ എന്ന് പറയുന്ന ഈ ഒരു ദൈവസങ്കല്പത്തിൻ്റെ ശരിയായ വശം എന്താണ്? ശിവൻ എന്ന് പറയുന്ന ഈ ദൈവസങ്കല്പത്തിൻ്റെ ശരിയായ ഒരു വശം എന്താണ്? നമ്മളെ കാണുന്ന ഈ ചരിത്രപരമായിട്ടുള്ള ഒരു സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ ശ്രമിക്കാം. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഒരു +2 ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്നവർക്ക് ഉള്ള ഒരു സംഭവമാണ് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് ഒരു പശുപതി മുദ്ര ലഭിക്കും. ഇത് പണ്ട് കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ദൈവസങ്കല്പമാണ്. കന്നുകാലികളുടെ ഒക്കെ ഒരു ദേവനായിട്ട് നിന്നിരുന്ന ഒരു ദൈവസങ്കല്പമാണ് ഈ പറയുന്ന ഈ പശുപതി. അത് നമ്മുടെ ഇന്നത്തെ ഒരു ശിവനുമായിട്ട് മിക്സ് ചെയ്ത് കാണലുണ്ട്. പക്ഷേ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ശിവൻ എന്ന് പറയുന്നത് ആ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഒരു പ്രോട്ടോ ശിവമായിട്ട് രണ്ട് ഗോഡ് ഐഡിയോളജിയാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മൾ ആരാധിക്കുന്ന ഒരു ശിവൻ എന്ന് പറയുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം ത്രിമൂർത്തികളിലെ ഒരു ദേവനായിട്ടുള്ള ഒരു പാർവതി ഭാര്യയായിട്ടുള്ള മുരുകൻ ഗണപതി മക്കളുള്ള ഒരു ദൈവസങ്കല്പമാണ്. നന്ദിവാഹനം അങ്ങനെ ഒരു ദൈവസങ്കല്പമാണ് ഈ ശിവൻ എന്ന് പറയുന്നത്. കൈലാസത്തിൽ വസിക്കുന്ന ജടാധാരിയായ ത്രിശൂലമേന്തിയ ഒരു ദൈവസങ്കല്പം. എന്നാൽ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഈ പ്രോട്ടോ ശിവയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ജഡയല്ല, ജഡയ്ക്ക് പകരം ഒരു കിരീടമാണ്, കൊമ്പുകളുള്ള ഒരു കിരീടമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരാൾ സംഹാരത്തിൻ്റെ ദേവനാണ് എന്നുണ്ടെങ്കിൽ മറ്റൊരാൾ കന്നുകാലികളുടെ ദേവനാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും രണ്ട് ഐഡിയോളജിയാണെന്ന്. പിന്നെ കാലാന്തരങ്ങളിൽ ഇവ യോജിക്കപ്പെട്ടതോ സംയോജിക്കപ്പെട്ടതോ ആയിരിക്കാം. ഇനി വേദങ്ങളിലേക്ക് വരാം. വേദങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ പുരാണങ്ങളിലെ ശിവനുമായി വളരെയധികം വ്യത്യാസമുള്ളൊരു ദൈവസങ്കല്പമാണ് വേദങ്ങളിലെ ശിവൻ. വേദങ്ങളിലെ ശിവൻ എന്ന പേരിനേക്കാൾ കൂടുതൽ രുദ്രൻ എന്ന പേരിലാണ് ശിവൻ അറിയപ്പെടുന്നത്. ഈ വേദങ്ങളിൽ ശിവൻ കൊടുങ്കാറ്റിൻ്റെ ദേവനാണ്. അവിടെ പാർവതി, ഗണപതി, മുരുകൻ തുടങ്ങിയിട്ടുള്ള മറ്റു ദൈവസങ്കല്പങ്ങളല്ല. ഈ ശിവൻ എന്ന് പറയുന്നത്, ശിവൻ്റെ ഭാര്യ എന്ന് പറയുന്നത് പൃഥ്വിയാണ്. പൃഥ്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി, മരുത്തുക്കളാണ് മക്കൾ. ഈ പറയുന്ന ഈ ദൈവസങ്കല്പങ്ങളോ ഗണപതി, പാർവതി
ഈ പറയുന്ന മറ്റു കഥകളോ പാർവതി തപസ് ചെയ്യലോ ഒരു കാര്യങ്ങളൊന്നുമല്ല വേദങ്ങളിലുള്ളത്. അതെല്ലാം പിന്നെ വൈദിക ഹിന്ദുയിസത്തിൽ നിന്ന് പൗരാണിക ഹിന്ദുയിസം, വേദിക് ഹിന്ദുയിസത്തിൽ നിന്ന് പുരാണിക ഹിന്ദുയിസത്തിലേക്ക് കൺവേർട്ടായപ്പോൾ ഇതൊക്കെ കൂടി മെർജായി പിന്നെ മറ്റൊരു ഐഡിയോളജി ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാനുള്ളത്, മറ്റൊരു ഗോഡ് ഐഡിയോളജി ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാനുണ്ടായിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. ഈ ശിവൻ എന്ന് പറയണത് ഈ ഭയങ്കര ഇന്ന് ഈ കാണുന്ന പോലെയല്ല, ഭയങ്കര ഒരു ഘോര രൂപമായിട്ടുള്ള ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഭയപ്പെടുന്ന ഒരു ദൈവസങ്കല്പമായിട്ടാണ് രുദ്രൻ എന്ന ഒരു ദൈവസങ്കല്പം ഉള്ളത്. ഇത് തന്നെ നമുക്ക് വേദങ്ങളിൽ 2 ഭാവങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശിവൻ എന്ന് പറയുന്ന ഒരു മംഗളകാരി, ഒരു വൈദ്യനാഥൻ, മരുന്നുകളുടെയൊക്കെ ദേവൻ ഒക്കെ ആയിട്ടാണ് ഈ വേദങ്ങളിൽ പ്രതിപാദിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് അങ്ങനെ ഒരു മരുന്നിൻ്റെ ദേവൻ എന്നൊരു രീതിയിലൊന്നല്ല ശിവനെ ആരാധിക്കുന്നത്, അത് എല്ലാവർക്കും അറിയാം. പിന്നെ ശിവനൊരു തൊണ്ടയിൽ നീല നിറം വന്നത് എന്ന് പറയുന്നത് ഈ കൊടുങ്കാറ്റിൻ്റെ, ഈ ആകാശത്തിൻ്റെ ഒരു നീല നിറം എന്ന് പറയുന്നത് പിന്നെ കൺവേർട്ടായി പുരാണങ്ങളിലേക്ക് വന്ന് കഥകളിലേക്ക് മാറി ഈ ഒരു നീല നിറത്തെ പ്രതിപാദിക്കുന്നത് തൊണ്ടയിലെ നീലയാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ യജുർവേദത്തിലെ ശ്രീരുദ്രം എന്ന ഭാഗത്ത് രുദ്രനെ നീലകണ്ഠൻ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ അത് അന്നൊന്നും പുരാണങ്ങൾ എഴുതിയിട്ടില്ല, വേദങ്ങൾ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് അന്തരീക്ഷത്തിലെ എന്ന് വെച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഒരു നീല നിറത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യണത് ശിവൻ്റെ തൊണ്ടയിലെ നീല നിറം എന്ന് പറയുന്നത്. പിന്നീട് ഇത് കാളകൂട വിഷം കഴിച്ച് പുരാണങ്ങളുടെയൊക്കെ ആവിർഭാവത്തിന് ശേഷം കാളകൂട വിഷം കഴിച്ച് തൊണ്ടയ്ക്ക് നീല നിറം വന്നതാണ് എന്ന രീതിയിലേക്ക് മാറി. ഇനി ഇന്നത്തെ ശിവനും വേദങ്ങളിലെ ശിവനും തമ്മിലുള്ള മറ്റുള്ള വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ആയുധമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദങ്ങളിലെ ശിവന് അമ്പും വില്ലുമാണ് ആയുധം. എന്നാൽ നമ്മൾ ആരാധിക്കുന്ന ശിവന് തൃശൂലമാണ് ആയുധം. അതുപോരാതെ വേറൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ഈ ആരാധിക്കുന്ന ശിവൻ രുദ്രാക്ഷങ്ങളും പുലിത്തോലൊക്കെയാണ് ധരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വേദങ്ങളിൽ രുദ്രൻ കഴുത്തിൽ തിളങ്ങണ സ്വർണമാലയാണ് ധരിക്കുന്നത്. എന്നുവെച്ചാൽ കഴുത്തിൽ പാമ്പിന് രുദ്രാക്ഷങ്ങളൊക്കെ ധരിക്കുന്നതിന് പകരം എന്താണ് സ്വർണ്ണാഭരണങ്ങളാണ് ഈ വേദങ്ങളിൽ രുദ്രൻ കഴുത്തിൽ ധരിക്കുന്നത്. പിന്നെ വലിയൊരു വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറമാണ് വലിയൊരു വ്യത്യാസം വരുന്നത്. ഈ നിറം എന്ന് പറയുമ്പോൾ ചുവപ്പ് കലർന്നിട്ടുള്ള തവിട്ട് നിറത്തിലുള്ള ജട കെട്ടി വെച്ചിട്ടുള്ള ഒരു രൂപത്തിലാണ് ശിവനെ ആരാധിക്കുന്നത്. ഇതൊക്കെ സിമിലറാണ്. ഞാനിനി പറയാൻ പോകുന്ന വേറൊരു ഗോഡ് ഐഡിയോളജി ഉണ്ട്, ഒരു ദ്രവീഡിയൻ ഗോഡ് ഐഡിയോളജി ഉണ്ട്. ഇതിൽ മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജടാധാരിയാണ്, ജട ഉള്ള ആളുകളായിട്ടാണ് കാണുന്നത്. പിന്നെ ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പണ്ട് കാലത്ത് ദ്രാവിഡ ദേശങ്ങൾ എന്ന് പറയുമ്പോൾ തമിഴ് സംഘകാല കൃതികളിലൊക്കെ അല്ലെങ്കിൽ പഴയ തമിഴ് ദേശങ്ങളിലൊക്കെ ദ്രാവിഡ ദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രധാന ദൈവസങ്കല്പമാണ് ആലമർ സെൽവൻ എന്ന് പറയുന്ന ഒരു ദൈവസങ്കല്പം. ഈ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു ഗുരു എന്ന രീതിയിലുള്ള ഒരു ജ്ഞാനത്തിൻ്റെ ദേവൻ, അറിവിൻ്റെ ദേവൻ ഒക്കെ ആയിട്ടുള്ള ഒരു ദൈവസങ്കല്പമായിരുന്നു ആലമർ സെൽവൻ എന്ന് പറയുന്ന ഒരു ദൈവസങ്കല്പം. ഇത്
സംഘകാല കൃതികളിലെ പുറനാനൂറ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ദേവനും ഒരു ജടാധാരിയായിട്ടുള്ളൊരു ദേവനാണ്. പക്ഷേ ഇതും മറ്റുള്ള ദൈവസങ്കല്പങ്ങളിൽ നിന്ന് ഭയങ്കര വ്യത്യാസപ്പെട്ടിട്ടുള്ള ഒരു ദൈവസങ്കല്പം. ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഓരോന്നും പലതരത്തിലുള്ള ദൈവസങ്കല്പം. ഒരാൾ സംഹാരത്തിൻ്റെ ദേവനാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ കൊടുങ്കാറ്റിൻ്റെ ദേവനാണ്. ഞാനിപ്പോൾ ഈ പറയുന്ന ഒരു ദൈവസങ്കല്പം എന്ന് പറയുന്നത് ഒരു അറിവിൻ്റെ ദേവനാണ്, ജ്ഞാനത്തിൻ്റെ ഒക്കെ ദേവനാണ്. ഇതെല്ലാം ശിവൻ്റെ തന്നെ ഭാവങ്ങളല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കാലാന്തരങ്ങൾ ഇതെല്ലാം തന്നെ പലതരം ഗോഡ് ഐഡിയോളജി ആയിരുന്നു. പിന്നെ കാലാന്തരങ്ങളിൽ ഇതിനെല്ലാം തന്നെ ബ്രാഹ്മണിസം മെർജ് ചെയ്ത് ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്നതാണെന്ന് പറയാണ് ശരി. അതാണ് സത്യം. ഈ ആലമർസൽവൻ എന്ന് പറയുന്നത് ഒരു പ്രാചീന ഗോത്ര ദൈവസങ്കല്പമാണ്. ഈ ബ്രാഹ്മണന്മാർ ഇങ്ങോട്ട് ദ്രാവിഡ ദേശത്തിലേക്ക്, എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലേക്ക് ഇങ്ങോട്ട് കുടിയേറുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു ദൈവസങ്കല്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ദൈവസങ്കല്പമാണ് ഈ ഒരു ആലമർസൽവൻ എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ധാരാളം അനേകം സംഘകാല ദേവങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മായോൻ, ചേയോൻ, കൊട്രവൈ, ഇപ്പം ഈ പറയുന്ന ഈ ആലമർസൽവൻ, അങ്ങനെ കുറേ ദൈവസങ്കല്പങ്ങളുണ്ട്. അപ്പോൾ അതിലെ ഒരു ദൈവസങ്കല്പമാണ് ഈ പറയുന്ന ആലമർസൽവൻ. ഈ ഒരു ആലമർസൽവൻ ഒരു ഗുരു എന്ന രീതിയിലൊക്കെയാണ് ആരാധിക്കുന്നത്. അറിവിൻ്റെ ദേവൻ എന്ന് പറഞ്ഞില്ലേ. ഈ ആലമർസൽവനെയാണ് പിന്നെ കാലാന്തരത്തിൽ ബ്രാഹ്മണ്യവൽക്കരിച്ച് ഇന്ന് കാണുന്ന ഒരു ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന ഒരു ദൈവസങ്കല്പമാക്കി മാറ്റിയെടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ആലമർസൽവനെ താഴ്സൈ കടവുൾ എന്ന് പറയുന്ന ഒരു ജടയുള്ള ദേവൻ എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ധാരാളം ദൈവസങ്കല്പങ്ങളുണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ പുരാണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ധാരാളം കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ മുരുകനെ ബേസ് ചെയ്തിട്ടായാലും പ്രധാനമായിട്ടും ഈ ശിവൻ എന്ന് പറയുന്നത് വൈദിക കാലഘട്ടങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദിക് ഹിന്ദുയിസം ടൈമിൽ ഈ ശിവൻ, വിഷ്ണു എന്ന് പറയുന്നതൊന്നും വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു ദൈവസങ്കല്പങ്ങളായിരുന്നു. തുടർന്ന് വേദിക് ഹിന്ദുയിസത്തിൽ നിന്ന് പുരാണിക് ഹിന്ദുയിസത്തിലേക്ക് കൺവേർട്ടായിട്ട് വന്നപ്പോഴാണ് മെയിൻ ഗോഡ്സ് ആയിട്ടുള്ള അഗ്നി, ഇന്ദ്രൻ, വായു, വരുണൻ തുടങ്ങിയിട്ടുള്ള ഗോഡ്സ് എല്ലാം തന്നെ സൈഡായി പോവുകയും സൈഡ് ഗോഡ്സ് ആയിട്ടുള്ള വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് അങ്ങനെ തുടങ്ങിയ പല ദൈവങ്ങളും മെയിൻ ഗോഡ്സ് ആയിട്ട് മാറുകയും ചെയ്തിട്ടുള്ളത്. ഈ ശിവലിംഗാരാധന, ബിംബാരാധന ഇതൊക്കെ തുടങ്ങിയതിനു ശേഷം തന്നെ ഈ ഒരു ആരാധനകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസ ജൈനിസ ആവിർഭാവത്തിന് ശേഷവും പിന്നെ താന്ത്രിക വിധികളും അതിൻ്റെയൊക്കെ താന്ത്രിക ഗ്രന്ഥങ്ങളുടെ ഒക്കെ ആവിർഭാവങ്ങൾക്ക് ശേഷമൊക്കെയാണ് ഈ ബിംബാരാധനകളും ഇന്നീ കാണുന്ന താന്ത്രിക വിധികളും എല്ലാം ചെയ്യുന്നത്. ശിവലിംഗാരാധനകളും ഒക്കെ നടക്കുന്നത്. ശിവലിംഗാരാധന എങ്ങനെ തുടങ്ങി എന്ന് ശിവപുരാണത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഒരു ഫിക്ഷണൽ സ്റ്റോറി ആയിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ അത് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. താല്പര്യമുള്ളവർ അത് ഗൂഗിൾ ചെയ്തിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ബുക്ക് എങ്ങാനും വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ പലതും പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ബ്രാഹ്മണിസം ഒക്കെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനേകം പലതരത്തിലുള്ള പല ദേശങ്ങളിലുള്ള ദൈവസങ്കല്പങ്ങളെ എല്ലാം തന്നെ ശിവൻ്റേതായിട്ടുള്ള ദൈവസങ്കല്പങ്ങളെ ഈ പറയുന്ന രീതിയിലേക്ക് കലാന്തരങ്ങൾ കൺവേർട്ട് ചെയ്ത് മെർജ് ചെയ്തിട്ടൊക്കെ ഉള്ള ഒരു ഇന്ന് നമ്മൾ കാണുന്ന ഒരു ദൈവസങ്കല്പം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. തുടർന്ന് പുരാണങ്ങളുടെയൊക്കെ ആവിർഭാവത്തോടു കൂടി ധാരാളം കഥാപാത്രങ്ങളെ ചേർക്കുകയും കൂട്ടിച്ചേർക്കുകയും ധാരാളം കൃതികളും സാഹിത്യങ്ങളൊക്കെ വരികയും അതിനോടനുബന്ധിച്ചിട്ട് ഉപകഥകളും ഉപപുരാണങ്ങളും ഒക്കെ വരികയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് ഞാൻ അന്വേഷിച്ചറിഞ്ഞിട്ട് മനസ്സിലാക്കിയെടുത്തിട്ടുള്ള ഇന്നേ കാണുന്ന ശിവൻ എന്ന് പറയുന്ന ദൈവസങ്കല്പം. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നതുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ്.